പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ഭീകരാക്രമണ പരമ്പര രാജ്യത്തെ നടുക്കിയിരിക്കുകയാണ്. ഈ ആക്രമണങ്ങളിൽ മാലിയുടെ പ്രതിരോധ മന്ത്രി സദിയോ കമാറ കൊല്ലപ്പെട്ടത് സംഭവത്തിന്റെ ഗുരുതരത്വം വർദ്ധിപ്പിച്ചു. തലസ്ഥാനമായ ബമാക്കോയ്ക്ക് സമീപമുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയെ ലക്ഷ്യമിട്ട് നടത്തിയ ചാവേർ ട്രക്ക് ബോംബ് ആക്രമണത്തിലാണ് അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്ക് വേഗത്തിൽ വസതിയിലേക്ക് ഓടിച്ചു കയറ്റിയതോടെ വലിയ സ്ഫോടനമുണ്ടായി. ആക്രമണത്തിന്റെ ആഘാതത്തിൽ കെട്ടിടം പൂർണ്ണമായും തകർന്നു വീഴുകയും സമീപപ്രദേശങ്ങൾ നശിക്കുകയും ചെയ്തു. സ്ഫോടനത്തിൽ സദിയോ കമാറയുടെ കുടുംബാംഗങ്ങളായ 3 പേർ സ്ഥലത്തുവെച്ച് തന്നെ മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയും 2 പേരക്കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങളും ബന്ധുക്കളും സ്ഥിരീകരിച്ചു. ആക്രമണ സമയത്ത് മന്ത്രി പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ആക്രമണകാരികൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. ചില ആക്രമണകാരികളെ അദ്ദേഹം വീഴ്ത്തിയെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ ആക്രമണം ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. മാലിയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം നടന്ന ഏകോപിത ഭീകരപ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. തലസ്ഥാനമായ ബമാക്കോയിലും മധ്യ ഉത്തര മേഖലകളിലെ സേവാരെ, കിഡാൽ, ഗാവ എന്നീ നഗരങ്ങളിലുമാണ് സ്ഫോടനങ്ങളും വെടിവെപ്പുകളും റിപ്പോർട്ട് ചെയ്തത്. ബമാക്കോയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള സൈനിക ക്യാമ്പുകളും പ്രധാന കേന്ദ്രങ്ങളും ആക്രമണത്തിന് ഇരയായതായി മാലി സായുധ സേന സ്ഥിരീകരിച്ചു. ചില സ്ഥലങ്ങളിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ മണിക്കൂറുകളോളം ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ആക്രമണത്തിന് പിന്നിൽ അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള JNIM എന്ന ഭീകര സംഘടനയും തുവാരെഗ് വിമതരുടെ സഖ്യമായ FLAയും സംയുക്തമായി പ്രവർത്തിച്ചു എന്നാണ് സൂചന. ഇവർ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത രീതിയിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഒരേ സമയം ആക്രമണം നടത്തിയത് സുരക്ഷാ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി. 2020 സൈന്യം അധികാരം പിടിച്ചെടുത്തതിനു ശേഷം മാലി നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ പ്രതിസന്ധികളിലൊന്നായി ഈ സംഭവം കണക്കാക്കപ്പെടുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ മന്ത്രിയുടെ വസതിയോടൊപ്പം സമീപത്തെ പള്ളിയും തകർന്നു വീണു. പ്രാർത്ഥനയ്ക്കായി എത്തിയിരുന്ന നിരവധി വിശ്വാസികളും ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും മരണസംഖ്യ ഉയരാനിടയുണ്ടെന്നാണ് അധികൃതർ ആശങ്കപ്പെടുന്നത്. ഇതിനിടെ മാലിയിലെ സുരക്ഷാ സ്ഥിതി വഷളായ സാഹചര്യത്തിൽ അവിടെ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് കേന്ദ്ര സർക്കാർ അടിയന്തര ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ബമാക്കോയിലുള്ള ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ അടുത്തുനിന്ന് നിരീക്ഷിച്ചു വരികയാണെന്നും നിലവിലെ അവസ്ഥ നിയന്ത്രണ വിധേയമാണെന്നും മാലി സൈന്യം അറിയിച്ചിട്ടുണ്ടെങ്കിലും ജാഗ്രത അനിവാര്യമാണെന്നും അറിയിച്ചു. പ്രത്യേകിച്ച് ബമാക്കോ, കാറ്റി എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ ഭീകരാക്രമണ സാധ്യത നിലനിൽക്കുന്നതിനാൽ അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും വീടിനുള്ളിൽ തന്നെ കഴിയണമെന്നും നിർദ്ദേശമുണ്ട്. അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമേ യാത്രകൾ നടത്താവൂ എന്നും പ്രാദേശിക ഭരണകൂടവും എംബസിയും നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഇന്ത്യൻ പൗരന്മാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അടിയന്തര സഹായത്തിനായി 2237848601 223947937005 എന്നീ ഫോൺ നമ്പറുകളിൽ ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ എംബസിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ലഭിക്കുന്ന പുതുക്കിയ വിവരങ്ങൾ നിരന്തരം പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മാലിയിൽ നടന്ന ഈ ഏകോപിത ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ വലിയ സമ്മർദ്ദത്തിലാക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ ആശങ്ക ഉയർത്തുകയും ചെയ്തിരിക്കുകയാണ്. ഭീകര സംഘടനകളുടെ ശക്തി പ്രകടനമായും പ്രദേശത്തെ രാഷ്ട്രീയ സുരക്ഷാ അസ്ഥിരതയുടെ പ്രകടനമായും ഈ സംഭവം വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.